കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ശരിക്കും പറഞ്ഞാൽ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. നാളെ കലാശക്കൊട്ട് നടക്കും. ഒരു 1.5 കൊട്ടായിരിക്കും അതെന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര വലിയ വാശിയേറിയ ഒരു പോരാട്ടമാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. വോട്ടുറപ്പിക്കാനുള്ള അവസാന വട്ട ഓട്ടത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളും. പ്രചാരണം കൊഴിപ്പിക്കാൻ വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നോട് ഇന്നലെ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്ന ഒരാൾ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ സർവീസുകൾ നടത്താൻ പോകുന്ന ദിവസം ഇന്നാണ്. തേരാ പാര ഹെലികോപ്റ്റർ ഉണ്ടാകും ഇന്ന് കേരളത്തിൻ്റെ ആകാശത്ത്. അപ്പോൾ അത്ര കൂടുതൽ മത്സരമാണ്. തിരുവനന്തപുരത്ത് നിന്ന് KR ഗോപികൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ആവേശവും നമ്മളിലേക്ക് പകരാൻ. ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ. അപ്പം ശരണ്യ കാട്ടിൽ പെട്ടുപോയ ശരണ്യയോട് സംസാരിക്കുകയായിരുന്നു. ഇനി നാട്ടിൽ പെട്ടുപോയ ഗോപികൃഷ്ണൻ എന്ത് പറയുന്നു? പറയും. ഗുഡ് മോർണിംഗ്. വനത്തിലകപ്പെട്ട ശരണ്യയുടെ സാഹസികമായ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ നമ്മൾ. ശരണ്യ, വനത്തിലകപ്പെട്ട താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ആകെ ടെൻഷനടിച്ച് കഴിയുമ്പോഴും ഇവിടെ സാഹസികവും ആവേശകരവുമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയായിരുന്നു നമ്മൾ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രമാണ് അകലെയുള്ളത്. സകല അടവുകളും പുറത്തെടുത്തുകൊണ്ട് എല്ലാ ആയുധങ്ങളും പുറത്തു കൊടുത്തുകൊണ്ടുള്ള സമ്പൂർണമായ ആവേശപ്പോരിലേക്ക് കേരളം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉരുകി ഒലിക്കുന്ന ചൂടിലും ആവേശം ഒട്ടും ചോരാത്ത പ്രചാരണത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. 3 മുന്നണികളും ഒരുപോലെ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് പല മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടുന്ന ത്രികോണ പോര് നടക്കുന്ന മണ്ഡലങ്ങളുടെ ആവേശ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു ഭരണ തുടർച്ച എന്ന അവരുടെ ആഗ്രഹം നിറവേറാൻ പോകുന്നുണ്ടോ, അതല്ല ജനാധിപത്യത്തിന്റെ സ്വാഭാവിക നിയമം എന്ന് ചിലർ പറയുന്നത് പോലെ ഒരു ഭരണമാറ്റത്തിന്റെ സാധ്യതകൾ തെളിയുകയാണോ, പ്രതിപക്ഷം വാനോളം വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾക്ക് നിറം പകരാൻ പോവുകയാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ? ഒരു അടച്ചുപൂട്ടിപ്പോയ ഒരു അക്കൗണ്ട് തുറന്നുകൊണ്ട് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയിലും സജീവ സാന്നിധ്യം അറിയിക്കാൻ കഴിയും എന്ന NDAയുടെ ശുഭപ്രതീക്ഷകൾ നിറവേറാൻ പോകുന്നുണ്ടോ? അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹം കാത്തിരിക്കുന്ന ജനവിധിയിലേക്ക് പോകാൻ, അതിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകുന്നു നമ്മൾ കണ്ടു. ഡീൽ ആരോപണത്തിൽ തുടങ്ങി പിന്നെ SDPI ബന്ധം, ശബരിമല സ്വർണ്ണക്കൊള്ള, വികസന നേട്ടങ്ങളും വികസന പോരായ്മകളും എന്ന് തുടങ്ങി പലവിധ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചർച്ചയാവുകയുണ്ടായി. അഭൂതപൂർവമായ ചില ഏറ്റുമുട്ടലുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാലം സാക്ഷ്യം വഹിച്ചു. അതിലൊന്നായിരുന്നു 2 മുഖ്യമന്ത്രിമാർ തമ്മിലുണ്ടായ വാക്കേറ്റം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അതിന് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായ വാക്കേറ്റം, BJPയെ വലിച്ചിടിച്ചുകൊണ്ടുണ്ടാക്കിയ ഡീൽ ആരോപണം, ഇതൊക്കെ പോയ മണിക്കൂറുകളിൽ, പോയ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി നമ്മുടെ നാട്ടിൽ. ഇതാദ്യമായിട്ടല്ല ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായ വാഗ്വാദങ്ങൾക്ക് വഴി തുറക്കുന്നതെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് വേറെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മണിക്കൂറുകൾക്ക് നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. നാളെയാണ് കലാശ പോരാട്ടം. നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ആവേശപ്പുരയിലെ സകല ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ട് 3 മുന്നണികളും കേരള ജനതയ്ക്ക് മുന്നിൽ അവരുടെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കും. നമുക്കറിയാം, വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുള്ള കലാശപ്പോരിൽ കേരളം ആവേശത്തിൽ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ 3 മുന്നണികളും ഇത്തവണ അവരുടെ പ്രകടന പത്രികയിലൂടെ കേരള ജനതയ്ക്ക് മുന്നിൽ ധാരാളം വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്താണ് അവർക്ക് അധികാരം കിട്ടിയാൽ നടപ്പാക്കാൻ പോകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നതായിരുന്നു. ഏതായാലും വികസന തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഭരണ തുടർച്ച വേണം എന്ന ഇടതുമുന്നണിയുടെ ജനങ്ങൾക്ക് മുന്നിലുള്ള അഭ്യർത്ഥനയും 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് UDF നടത്തുന്ന പ്രതീക്ഷാ നിർഭരമായ മുന്നേറ്റവും, അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നടപ്പാക്കും, കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കാൻ NDA ഉദ്ദേശിക്കുന്ന പദ്ധതികളുമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ കണ്ടുകഴിഞ്ഞു. ഇനി അതോടൊപ്പം ദേശീയ നേതാക്കളുടെ സജീവ സാന്നിധ്യം കൂടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായിരുന്നു. ഇന്നും ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കേരളത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെയും ഇന്നത്തെ പ്രചാരണ യോഗങ്ങൾ നടക്കുന്നത് വടക്കൻ മലബാറിലാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിരിക്കും പ്രിയങ്ക ഗാന്ധി ഉണ്ടാവുക. കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂർ, മലപ്പുറം, രാഹുൽ ഗാന്ധി കണ്ണൂരിലും തൃശ്ശൂരിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകും. അതോടൊപ്പം അമിത്ഷാ, കഴിഞ്ഞ ദിവസം അമിത്ഷാ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അമിത്ഷായുടെ സാന്നിധ്യം ഉണ്ടാകും. DK ശിവകുമാർ കേരളത്തിലുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഉണ്ടാകും. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒല്ലൂരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും NDA ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാവുക. അതിൽ മറ്റൊരു കാര്യം കൂടി, SKN ഇടതുമുന്നണി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന്
മുഖ്യമന്ത്രി പുറത്തിറക്കുകയാണ്. അത് ഇന്ന് വൈകിട്ടാണ്. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇന്ന് കണ്ണൂരിലെ പെരളശ്ശേരിയിൽ നടക്കും. അതോടൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കൊല്ലം ജില്ലയിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ടും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായ വാക്കേറ്റം കൊണ്ടുമൊക്കെ സജീവ ശ്രദ്ധാകേന്ദ്രമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മാറിക്കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലാണ് SKN ഞാനുള്ളത്. ഇവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, തലസ്ഥാനം തൂക്കുന്നയാൾ സംസ്ഥാനം ഭരിക്കും എന്നതാണ്. 14 നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 മണ്ഡലങ്ങളിലും വിജയം കൈവരിച്ച സമ്പൂർണ്ണമായ ആധിപത്യം ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. കോവളം മണ്ഡലം മാത്രമാണ് UDF കയ്യിൽ കിട്ടിയത്. ആ സ്ഥിതി ഇത്തവണ മാറുമോ? അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും തലസ്ഥാന ജില്ലയിൽ ഭൂരിപക്ഷം ഉണ്ടാവുക? ആരായിരിക്കും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകാൻ പോകുക എന്നതിലുള്ള ആവേശവും ആകാംക്ഷയുമൊക്കെ ഈ അവസാന മണിക്കൂറുകളിലും നിലനിൽക്കുന്നു. നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ പോരാട്ടത്തിന് വഴി തുറന്നു കഴിഞ്ഞു. വലിയ ഡീൽ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും 3-5 സീറ്റുകൾ നേടി നിയമസഭയിൽ സജീവ സാന്നിധ്യം അറിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ NDA കൈവിട്ടിട്ടില്ല. അങ്ങനെ തലസ്ഥാന ജില്ലയിൽ, തലസ്ഥാന നഗരിയിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ സ്ഥിതികൾ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ UDF നിൽക്കുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന കണക്കുകൂട്ടൽ UDF-നുണ്ട്. അതേസമയം സംസ്ഥാനം നേരിട്ടറിഞ്ഞ, സംസ്ഥാനത്തെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച വികസന പ്രവർത്തനങ്ങളിൽ വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷ LDF കൈവിടുന്നില്ല. BJP ശക്തമായ സാന്നിധ്യം കൊണ്ടും കേന്ദ്രത്തിന്റെ പിന്തുണ കൊണ്ടും ഞങ്ങൾക്ക് മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ്. ഏതായാലും SKN ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കലാശപ്പോരിലേക്ക് അടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ കലാശപ്പോരിന് മുന്നോടിയായിട്ടുള്ള അതിസാഹസികവും ആവേശപൂർണവുമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കടക്കുന്നു. SKN ഗോപികൃഷ്ണൻ, ഷീജ MK, സീന മുഹമ്മദ് തുടങ്ങിയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പറയുന്നു ഗോപി വെയിലടിച്ചിത്തിരി ഗ്ലാമർ കുറഞ്ഞു പോയെന്ന്. അപ്പം കുഴപ്പമില്ലല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പുട്ടിയിടാത്ത ഇതാണെന്ന് തോന്നുന്നു ശരിയായ ഗ്ലാമർ ആണ്, ഒറിജിനാലിറ്റി അപ്പൊ കാണുന്നല്ലേ. അപ്പൊ ഈ പുട്ടിയിടാത്തതിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു 1.5 ഇഞ്ച് കനത്തിൽ പുട്ടിയൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഗ്ലാമർ കൂടുക. അപ്പൊ ഞാനും പുറത്തിറങ്ങിയ ഗോപിയേക്കാളും പ്രശ്നമായിരിക്കും. ഇപ്പോൾ സമയം. താങ്ക് യു ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.